മന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. തന്ത്രിയുടെ കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം തന്ത്രി അറിയാതെ ഒന്നും പുറത്തു പോകില്ല. അപ്പൊ തന്ത്രിയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഇതിനൊക്കെ സാക്ഷിയായി ജയറാം എല്ലാം പറഞ്ഞു എന്നുള്ളതാണ്. ജയറാമിന്റെ പറച്ചിൽ അല്ലെങ്കിൽ ജയറാം തുറന്നു പറയുമ്പോൾ വീണ്ടും കുടുങ്ങുന്നത് ആരൊക്കെ ആയിരിക്കും? കാരണം ഇപ്പൊ കുടുങ്ങിയവരെക്കാൾ കൂടുതലുണ്ടല്ലോ ഇനിയും കുടുങ്ങാനായിട്ട്. അപ്പൊ ആരൊക്കെ ആയിരിക്കും സാർ ഇനിയും അകത്തേക്ക് പോകുന്നത്? ഇതിനകത്ത് ആദ്യമേ കോടതിക്ക് അറിയാമായിരുന്നു ഇതിനകത്ത് ചില ആൾക്കാർ ചാടിപ്പോവും, അല്ലെ ചില ആൾക്കാരെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് കോടതി ഒരു ലിസ്റ്റ് കൊടുത്തായിരുന്നേ, അത് കണ്ടില്ലായിരുന്നു. അതിനകത്ത് തന്ത്രിയുണ്ട്, മേൽശാന്തിയുണ്ട്, പപ്പനുണ്ട്, പിന്നെ വാസുവുണ്ട്, പിന്നെ മൂരിബാബു ഉണ്ടായിരുന്നു, ഉണ്ണിയണ്ണ എരുമേനി ഉണ്ടായിരുന്നു, പിന്നെ സതീശനും ഗുതീശനും യേശ്രീ ഒക്കെ ഉണ്ട്. അപ്പോൾ കോടതി ഇതിൻ്റെ പുറകിലേ ഉണ്ട്. അതാണ് രസം. കോടതി ഓരോ കാര്യത്തിനകത്തും കോടതി അതെങ്ങനെ എടുത്തായിരുന്നു ഇങ്ങനെ എടുത്താൽ ചില കാര്യം കുത്തി പറഞ്ഞാൽ അന്വേഷണ സംഘം ഒന്ന് വിഴുങ്ങാൻ നോക്കുമ്പം അത് ചോദിക്കും, അത് എന്തായി. അപ്പം ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം ആൾക്കാരുടെയും ഡീറ്റെയിൽസ് കോടതി കൊടുത്തേ പറ്റും. അപ്പം അതിനകത്ത് ഇപ്പം അടുത്തത് പപ്പൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. ഞാൻ മാത്രമൊന്നും അല്ല, എനിക്ക് മേളിൽ നിന്നൊരു ഡയറക്ഷൻ, ഒരു പേപ്പർ വന്നായിരുന്നു. മന്ത്രിയാണ് അന്ന്. മന്ത്രി ആരാ? കടകംപള്ളി സുരേന്ദ്രനും അത്ര മോശക്കാരനൊന്നും അല്ലേ. കാരണം പാർട്ടിക്കകത്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം മന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പും എം എൽ എ ഒക്കെ ആവുന്നതിന് മുമ്പും, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ CITU മേഖലയിലായിരുന്നു. നമുക്കറിയാലേ, CITU മേഖല എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി താഴെ നിന്ന് പേക്കോട്ട് പണിയെടുക്കുന്ന ആൾ. അന്നേ 3000 രൂപയുടെ ഷർട്ടിൽ കുറച്ച് പുള്ളി ഇടത്തില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തായി ചോദിച്ചാൽ മതി. തിരുവനന്തപുരം ആണെന്നില്ല, ഈ സാധാരണ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ അന്ന് മന്ത്രിയൊന്നും ആവുന്നില്ല. അന്ന് 3000 രൂപ മിനിമം തുടക്കം. എത്ര കൊല്ലം മുമ്പാന്നറിയാം 3000 രൂപ മിനിമം എന്ന് പറഞ്ഞാൽ ഏത് ബ്രാൻഡായിരിക്കും? അപ്പം തൊഴിലാളി വർഗം അറിയാമല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ അതിന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം മന്ത്രിയാവുമ്പോൾ എന്തൊക്കെ സാധ്യത അതിനകത്ത് നീ പാവം പിടിച്ച് തൊഴിലാളിയുടെ അതിനകത്തുനിന്ന് എന്തൊക്കെ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയ ആൾ മന്ത്രിയാവുമ്പം, ദേവസ്വം ബോർഡ് മന്ത്രിയാവുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വകുപ്പുള്ള മന്ത്രിയാവുമ്പോൾ എന്തൊക്കെ സാധ്യത അതിനകത്തുനിന്ന് ഉണ്ടെന്ന് കണ്ടെത്തുന്നതിന് പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ആ പുള്ളിയുടെ കാര്യം അതുകൊണ്ട് ചോദ്യം ചെയ്ത് അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ അവർ തിരക്കിയപ്പോൾ ഏകദേശം ധാരണയായി കാണും. അപ്പം പിന്നെ തന്ത്രി, ഇയാൾക്ക് എന്തോടെ പണി? ഇയാൾക്ക് പിണറായി വിജയനെ ഫേവർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇയാൾക്ക് കോടിയേരി ബാലകൃഷ്ണനെ ഫേവർ ചെയ്യേണ്ട കാര്യമുണ്ടോ? KPCC പ്രസിഡന്റിനെ ഫേവർ ചെയ്യേണ്ട, BJP പ്രസിഡന്റിനെ ഫേവർ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലല്ലോ. ഇയാൾക്ക് താന്ത്രികം പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കും. ഇയാൾക്കിടെ താന്ത്രികം മാറ്റാൻ പറ്റത്തില്ല, ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. ആചാരത്തിന്റെ ഭാഗം. അപ്പം മേൽശാന്തിയെ വേണമെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. മേൽശാന്തിമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മേൽശാന്തിമാരുടെ ലിസ്റ്റിനകത്ത് വരുന്നതിന് വേണ്ടി ഒരു ഇതുണ്ട്. ഇപ്പം ധന്യ പൂജയൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് ലിസ്റ്റിനകത്ത് വരും മേൽശാന്തിമാരെ നിറക്കെടുപ്പ് ലിസ്റ്റിനകത്ത് വരണം. അപ്പം ഈ നിറക്കെടുപ്പ് ലിസ്റ്റിനകത്ത് പരിഗണിക്കണമെങ്കിൽ ഇപ്പം ധന്യ തിരുവനന്തപുരത്തുകാരിയാണ്. ഇപ്പം ധന്യയുടെ പേര് പറയണം. കൊണ്ടുപോകാൻ ആൾക്കാരൊക്കെ നിൽക്കുമല്ലോ. അന്നേരം CPM ഭരിക്കുന്നതെന്ന് വെച്ചു. CPM ഭരിക്കുന്നത് തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസ് ചെന്നിട്ട് ധന്യ പറയുന്നത് എൻ്റെ പേരാണ് ലിസ്റ്റിനകത്ത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കത്ത് എഴുതി, എനിക്കറിയാം, കത്ത് എഴുതിയിട്ട് ലിസ്റ്റിനകത്ത് വരുന്നു. പിന്നെ നിറക്കെടുപ്പും ഇപ്പം 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് നിറക്കെട്ടിട്ട് ആ ഭാഗ്യം. പക്ഷെ ആ ലിസ്റ്റിനകത്ത് വരണമല്ലോ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കണമെങ്കിൽ. അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ മേൽശാന്തിക്ക് വേണമെങ്കിൽ ഒരു പാർട്ടി ഫേവർ ഉണ്ടാവാം, എന്നാലും തന്ത്രിക്ക് വേണ്ട. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കും, മേൽശാന്തി ലിസ്റ്റിനകത്ത് ഉണ്ടെന്ന് കോൺഗ്രസ്സുകാരന് ശുപാർശ ഉണ്ടെങ്കിൽ ആ കോൺഗ്രസ്സുകാരനോടൊരു കടപ്പാടുണ്ടാവാം. അപ്പൊ ഈ പറഞ്ഞതുപോലെ മാസ്റ്റർ തയ്യാറാക്കിയതിന്റെ കീഴിൽ ഒപ്പിടാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞാൽ മേൽശാന്തിക്ക്, അല്ലെ CPM നേതാവ് പറഞ്ഞാൽ മേൽശാന്തിക്ക്. പക്ഷെ തന്ത്രി എന്തിനൊപ്പിട്ടു? തന്ത്രിക്ക് അറിയാമല്ലോ 98 പൂച്ചത് വാതിൽപ്പടി കയ്യെപ്പറ്റി പോകുന്ന സ്വർണ്ണമല്ലെന്ന്, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പം കുഴപ്പമില്ലെന്ന്. പിന്നെന്തിനാ അതിൻ്റെ കീഴിലൊപ്പിട്ട്? മേൽശാന്തിക്ക് അറിയാമല്ലോ. അതാ, മേൽശാന്തിക്ക് അറിയാമല്ലോ. അപ്പോൾ മേൽശാന്തി എന്തിനാ ഒപ്പിട്ട്? അപ്പം ഈ ഒപ്പിടിയിലിനകത്ത് ഇച്ചിരി എന്തെങ്കിലും കാര്യം കാണുമല്ലോ. ആ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവരുടെയും ആകാശം തന്ത്രി എന്തേ എല്ലാം പറയുന്നതിൻ്റെ മുമ്പിൽ ഈ സ്വാമിയെ ശരണയ്യപ്പ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സ്വാമിയെ ശരണയ്യപ്പ ശരണ കാര്യം. വാതിൽപ്പടി ആരടിച്ചോണ്ട് പോയി? സ്വാമിയെ ശരണയ്യപ്പ. വാതിൽപ്പടിയുടെ കാര്യത്തിൽ എനിക്കൊന്നും അറിയത്തില്ല. എന്നിട്ട് അവസാനം സ്വാമിയെ ശരണയ്യപ്പ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലേ. വാതിൽപ്പടി ഇളക്കുന്നതിനും ദ്വാരപാല ശില്പം ഇറക്കുന്നതിനും അത് അയാൾ അവിടുത്തെ താന്ത്രികം നടപ്പാക്കുമ്പോൾ ആ അമ്പലത്തിന്റെ രീതി അനുസരിച്ച് അയാൾ പറയുന്നത് ഈ അമ്പലത്തിന്റെ വെളിയിലോട്ട് തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് പറയുന്നിടത്ത് വാതിൽപ്പടിയും ദ്വാരപാല ശില്പവും കൊണ്ടുപോയി ഇഷ്ടമുള്ളതുപോലെ എല്ലായിടത്തും വെച്ച് പൂജിച്ച് ജയറാമിന്റെ അവിടെ പോയി ചെണ്ട അടിച്ചിട്ടാ തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ ജയറാം കുടുംബമാണ്. ജയറാമിനെ ആദ്യം ഒരു റൗണ്ട് പരിശോധിച്ചു. ഇതെല്ലാം പരിശോധന നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ.
നമ്മൾ വിചാരിക്കും എന്നെ കുടുക്കിയതാണ്, മനഃപൂർവ്വമാണ്. ഒന്നുമല്ല. ഇപ്പൊ പരിശോധിച്ചു കഴിഞ്ഞപ്പം ജയറാം പാവം പിടിച്ചവനാ, അയ്യപ്പന്റെ സാധനമാണ്, അയ്യപ്പന്റെ വാതില. ആ പുള്ളി അവിടെ എന്തോ വെച്ചൊന്ന് പോയിച്ചാട്ട് വീട്ടിലോട്ട്. അവിടെ നിന്ന് പോയിച്ചു, അവിടെ നിന്ന് മേടിച്ചാണ് ലെറ്റർ. ജയറാമിന് അത്ര വിവരമില്ലേ സാർ? അയ്യപ്പന്റെ ഒക്കെ സാധനം ഇങ്ങനെ, അയ്യപ്പ ശബരിമലയിൽ ഇരിക്കുന്ന ഒരു സാധനം ഒരാളെ വീട്ടിൽ കൊണ്ട് അങ്ങനെ വന്നു. അയ്യപ്പന് വിവരമില്ലെന്ന്, ജയറാമിന് വിവരമില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ഞാൻ ചോദിച്ചിട്ട് ജയറാമിന് വിവരമില്ലെന്ന് ചോദിച്ചാലേ അയ്യപ്പന്റെ വാതിൽപ്പാളി തന്നെയാണോ അവിടെ കൊണ്ടുവച്ച് പോയിച്ചേ? ആണോ ദ്വാരപാല ശില്പമാണോ കൊണ്ട് പോയിച്ചേ? ഞാൻ ഇത്രയോ വഹിക്കുന്നുള്ളൂ. ആണോ? അവിടെ നിന്ന് ഇളക്കി അവിടെ കൊണ്ട് പോയിച്ചോ? അപ്പൊ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സ്വന്തം കണ്ണിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അത് വാതിൽപ്പാളിയും ദ്വാരപാല ശില്പവും ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സാധനം കൊണ്ടുപോയി. ആ സാധനം അവിടെ കണ്ടിരുന്നല്ലോ. പിന്നെ അതിനകത്ത് ദൈവിക ചൈതന്യം ഉണ്ടോ മറ്റേത് മറിച്ചോ ഉണ്ടോ എന്ന് അതായത് വിശ്വാസത്തിന്റെ ഭാഗം. അപ്പം അതവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ഈ കള്ളന്മാർക്ക് ഇത് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് നിയമപരമായിട്ട് സാധ്യതയില്ലെങ്കിൽ, തന്ത്രി പറയുന്നത് അവിടെ നിന്നും വെളിയിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് പറയുമ്പോൾ പപ്പനും അന്നത്തെ ദേവസ്വം കമ്മീഷനും ഈ പറയുന്ന തിരുമേനിയും മേൽശാന്തിയും തന്ത്രിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനകത്ത് കച്ചവടം നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഉറപ്പായിട്ടും ഈ അന്വേഷണം വളരെ കൃത്യമാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തതയുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ അന്വേഷിക്കുമ്പം തന്ത്രി പറയട്ടെ ഞാൻ ഒപ്പിട്ടതിൻ്റെ കാരണം എന്താണ്, തന്ത്രി ഒപ്പിടാനുള്ള കാരണം. ഈ ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നിടത്ത് ഇത് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവിടുന്ന് എന്ത് കൊണ്ടുപോകണമെങ്കിലും കോടതി നിരീക്ഷണത്തിലായതുകൊണ്ട് അവരെ അറിയിക്കണമെന്ന് ഉള്ളപ്പോൾ അതൊക്കെ അറിയിച്ചിട്ടില്ല, ഇത്തരത്തിൽ ഉടായ്പ നടക്കുന്ന ഒരു സംഭവമാണെന്ന് കണ്ടിട്ട് പോലും തന്ത്രി അതിനകത്ത് ഒപ്പിട്ടില്ലേ? അപ്പൊ തന്ത്രി അകത്ത് പോകത്തില്ലേ? ഇതിനകത്ത് ഏറ്റവും വലിയ ഇപ്പോൾ വരാൻ പോകുന്നത് കോപ്പിയായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 കിലോ സ്വർണം 4 കിലോ സ്വർണം മുട്ടിച്ചതിനകത്ത് കിട്ടുന്ന ചിലപ്പോൾ 4-5 കോടി രൂപയായിരിക്കും. കടകംപള്ളി സുരേന്ദ്രൻ 4-5 കോടി രൂപ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സ്വർണം മോഷ്ടിക്കേണ്ട കാര്യം ഇല്ല. ഇത് മാത്രമല്ല തന്നെ അവിടുത്തെ കൊള്ള. ഒന്നുകിൽ ഈ വാതിൽപ്പടിയും ദ്വാരപാല ശില്പവും പൂർണ്ണമായിട്ടും മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇരിക്കുന്നു. അതിപ്പം അതിപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുമല്ലേ, പരിശോധിക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കച്ചവടമല്ല അതിനകത്ത് നടക്കുന്നത്. വിചാരിക്കുന്ന കച്ചവടമല്ലെന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപയ്ക്ക് ഇത് മോഹവിലയ്ക്ക് എടുക്കാൻ ആളുണ്ട്. അംശവടി അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടല്ലോ, പപ്പകുമാർ മോൻ്റെ കൊടുത്തുവിട്ട് ഈ അംശവടി എളുപ്പം കൊണ്ടുപോയി അയ്യപ്പൻ പിണങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഈ 2019 ശേഷം പുള്ളി അത് പെയിന്റ് അടിപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അത് അംശവടിയാണോ ഭഗവാനെ, അതോ കാഞ്ഞിരക്കം പാന്നോ ദൈവത്തിനറിയാം. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം അയ്യപ്പൻ്റെ അംശവടിയാ. പപ്പൻ പറഞ്ഞ നേരത്തെ കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയാണ് അരിവരസനം പാടിയത്. എനിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നോക്കിയപ്പോൾ വാതിൽവടി അടിച്ചുകൊണ്ടുപോയി, ദ്വാരപാല ശില്പം അടിച്ചുകൊണ്ടുപോയി, അംശവടിയും കൊണ്ടുപോയി. ഇപ്പം നിലവറ തുറന്ന് പരിശോധിച്ചപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നറിയത്തില്ല. എന്തായാലും ഇവന്റെ കൂടും കുടുക്കയും മൊത്തം അവരുടെ ഇല്ല. ഇത് തന്ത്രി ഇതുകൊണ്ട് തന്ത്രി കൂടും കുടുക്കയും മൊത്തം അവന്റെ ഇല്ല. ഇപ്പൊ നോക്കിയപ്പോ പെണ്ണും പിള്ളയുടെ പേര് കോടാനുകോടി ആസ്തി. അപ്പം വന്നോണ്ടിരിക്കുക റിപ്പോർട്ടുകൾ. ഇതിനകത്ത് പിടിച്ചതിൽ ഏറ്റവും വലിയ മീനായത്. അപ്പം തന്നെ വിഷമിക്കണ്ട, ആദ്യം കുറഞ്ഞതിനെയൊക്കെയാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞില്ലല്ലോ അവൻ ചോട്ടുതൊഴിലാളിയാ. ആരാ ഉണ്ണിയാണ് വരുവനി. നിങ്ങളൊക്കെ എന്തായാലും വിജയിച്ചില്ല. അവൻ തൊഴിലാളിയാ, ഇതിനകത്ത് മുതലാളി വെളിയിലിരിപ്പണ്ട്, അത് അവസാനേ വരത്തുള്ളൂ. ഉണ്ണീണ്ണ പോറ്റി മൂരി ബാബു ഒക്കെ ഇതിന്റെ തൊഴിലാളികളാ. ഈ സാധനം ചുമ്മുന്നവനാ, എൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറയും. പക്ഷെ അതിനകത്ത് കിട്ടും, എന്തായാലും കിട്ടും. നക്കാപ്പിച്ച കിട്ടും. നക്കാപ്പിച്ച നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ, സ്വർണ്ണത്തിന്റെ കച്ചവടമല്ലേ, അത് കിട്ടും. ഇനി ഇദ്ദേഹം ഉണ്ട്, ഇയാൾ പറഞ്ഞില്ലേ ഇതാ വാജിവാഹനം ഞാൻ അവിടെ കൊണ്ട് കൊടുത്തില്ല. ഈ വാജിവാഹനം നീ എന്തിനാ വീട്ടിൽ കൊണ്ടുപോയി? എനിക്കൊറ്റ ചോദ്യമുള്ളൂ. തന്ത്രി അടുത്ത് എനിക്ക് ഒറ്റ ചോദ്യം, ഇയാൾ എന്തിനാ വീട്ടിൽ കൊണ്ട്, ഇത് എവിടെ വെച്ച് തേപ്പിച്ച് കളയണ്ട, ഇയാൾ വീട്ടിൽ കൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. ഹൈന്ദവ സംഘടനകൾ ആരുടെയൊക്കെ വേളം വെച്ചപ്പോൾ തിരിച്ചു കൊടുത്തു. ഇയാൾ എന്തിനാ വീട്ടിൽ പോയി? എനിക്ക് ഇന്ന സമ്മാനം മാത്രം. ഈ കൊള്ളില്ലാത്ത സാധനം, ദഹിപ്പിക്കേണ്ട സാധനം, അല്ലെങ്കിൽ ഇത് അതേ രീതിയിൽ ആ താന്ത്രികമായിട്ട് അങ്ങനെ അതിന്റെ വിശ്വാസം, ഇയാൾ എന്തിനാ വീട്ടിൽ കൊണ്ട്, ഇയാൾ അവിടെ വെച്ച് ദഹിപ്പിച്ചോ? ഇയാൾ എന്നാ കൊടിമരം കൊണ്ടുപോയതിനെയും അതിന് ഇത്രയും നീളവും വീതി ഉണ്ടായിട്ടല്ലേ കൊണ്ടുപോയതിനെയും മനസ്സിലായി കൊണ്ടുപോകാൻ എനിക്കറിയാൻ കൊണ്ടുപോകുന്നു. ഇനിയും വേറെ രസം, ചിരിക്കാൻ വേണ്ടി പറയല്ല, ഞങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യം, തമാശ. ഇതുപോലെ ഇവിടുത്തെ വാജിവാഹനെ കൊടുത്തിട്ടുള്ളൂ. പല അമ്പലങ്ങളിലെയും പല പ്രശസ്തമായ അമ്പലങ്ങളെയും കൊടിമരം മാറ്റിയതിന്റെ മുകളിലിരിക്കുന്ന ഇതുപോലെയുള്ള വാഹനങ്ങൾ, വാഹനം എല്ലാം നോക്കിയാൽ അമ്പലത്തിന്റെ മേലുള്ള അവിടുത്തെ വാഹനങ്ങൾ. ഇതൊരുത്തൻ വിചാരിച്ചാ പോരെ. അപ്പം ധോണി ഒപ്പിടുന്ന ടീഷർട്ടിന് ആ പടം വെളിയിൽ കിട്ടുമ്പോൾ 50 രൂപ, ഒപ്പിട്ട് കഴിയുമ്പം ലക്ഷങ്ങളാവുന്ന എങ്ങനെ? ഇത് എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പം അതിൻ്റെ മണ്ടയ്ക്കിരുന്ന് ഇത്ര കൊല്ലം പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശബരിമല കൊടിമരത്തിൻ്റെ മണ്ടയ്ക്കിരുന്ന വാജിവാഹനം ഒരുത്തം പറയും 1000 കോടി രൂപ എന്നേക്കാം, പൈസ ആവശ്യം പോലുള്ള വായ്പ പറയുക, അതെൻ്റെ ഇതിനകത്തോട്ട് എൻ്റെ വീട്ടിൽ ഇരുന്നോട്ട്.
ഇവിടെ കടകൾ അങ്ങനെ ഇതിനെല്ലാം വില മോഹവിലയാ. ഇപ്പം തിരുവാഭരണം അവിടെ ഇരിപ്പുണ്ട്, ഇതൊന്നും എടുത്തുകൊണ്ട് കൊടുത്തോട്ട്. പന്തളം തിരുപ്പുണ്ട് തിരുവാഭരണം, ഭഗവാന്റെ തിരുവാഭരണം പണ്ടത് 1000 വർഷം പഴക്കമുള്ളതാണ്. ഇത് അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് കൊടുക്കുമെങ്കിൽ 10,000 കോടി രൂപ. തിരുവാഭരണം പന്തളത്തിരിക്കുന്നോണ്ട് സേഫ് ആയിരിക്കാം. ഉണ്ടോ പരിശോധിക്കട്ടെ, എനിക്കറിയില്ല. ഉണ്ട്. ഞാൻ ഭഗവാനെ ഞാൻ വലിയ വിശ്വാസിയാണ്. അത് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അയ്യപ്പനെ വെളിയിൽ നിന്ന് നോക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അകത്ത് കയറി നോക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ ആട് മൊത്തം അകത്ത് കയറിയേനെ. അല്ല, ആൾക്കാരുടെ അയ്യപ്പനുള്ള സ്നേഹം കണ്ട അകത്ത് കയറുന്നേ. അകത്ത് കയറി അയ്യപ്പനാന്ന് ഇവനെയൊക്കെ അയ്യപ്പനൊന്നും നോക്കിയേനെ, യഥാർത്ഥ വിഗ്രഹമാണെന്ന് നോക്കിയേനെ. കാരണം ഇതിന്റെ കീഴിൽ വാതിൽപ്പാളി ഇളക്കാൻ ഒപ്പിട്ട് മേൽശാന്തിയും അതിന്റെ അയ്യപ്പന്റെ തന്തയെന്നുള്ള ശാസ്ത്രീയമായിട്ട് നിൽക്കുന്ന തന്ത്രിയും കൂടെ ഒപ്പിട്ട് കൊടുത്ത് വാതിൽപ്പാളിയും ദ്വാരപാല ശില്പം ഇളക്കിക്കൊണ്ട് പോയത് അവിടെ. അപ്പം ഞാൻ പറഞ്ഞു വാജിവാഹനം ഇവിടുത്തെ കൊണ്ട് തിരിച്ചു കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ പൂജ നടത്തിയതിൻ്റെയൊക്കെ മൊത്തം പൂജയും ഏതമ്പലത്തിലും നടത്തിയാൽ അതിൻ്റെ മൊത്തം അവകാശം പുള്ളി പറയുന്നത് മൊത്തം പുള്ളിയുടെ അവകാശമാണ്. നാളെ കാലത്തെ അമ്പലം പുള്ളിയുടെ ആണെന്ന് പറഞ്ഞാൽ യുവമാരില്ല, ഈ വിഡ്ഢികളെല്ലാം കൂടെ പറയും അത് തന്ത്രി കൊണ്ടുപോകും. തന്ത്രി പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല, അല്ലെങ്കിൽ ദേവകോപം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, മറ്റേ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പാടെ നാശമാക്കി യുവമാർക്ക് ഇതിൻ്റെ യഥാർത്ഥ കാര്യം അറിയാമല്ലോ. ഇതിനകത്തങ്ങ് ഒന്നുമില്ല. ഭഗവാനൊന്നും ഇതുപോലെ ഇന്നടത്ത് അല്ലെങ്കിൽ വേറൊന്നും അല്ല, ചൈതന്യം ഉണ്ടെന്നുള്ള ഇതൊരു സിസ്റ്റമാറ്റിക് സാധനം. ഒരു ഭഗവാനെ ഉള്ളടത്ത് നമുക്ക് പിടിച്ചെടുത്താൽ ഗുരുവായൂരപ്പൻ ഇല്ലെന്നോ ശബരിമല ശാസ്താവ് ഇല്ലെന്നോ ഉള്ള അതിൻ്റെ അർത്ഥം. അമ്പലം കേന്ദ്രീകരിച്ച് നടത്താൻ പണ്ടേ ആൾക്കാർ അല്ലെ, അമ്പലത്തിൻ്റെ ഒരു സങ്കല്പം ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തില്ലെന്നുള്ള അല്ല, ഗുണമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ നിന്ന് ആ ചൈതന്യം അവിടെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി സ്വർണവും മറ്റു നിറച്ചതും ഒന്നും വേണ്ട. അല്ലെങ്കിൽ മന്ത്രങ്ങളും ചില ചിട്ടകളും കാര്യങ്ങളും ഒക്കെ മതി. ബാക്കിയൊക്കെ ഈ കബളിപ്പിക്കലിന് വേണ്ടി ഈ തിരുമേനിമാരും അല്ലെങ്കിൽ ഇത് കന്തോട്ട് കൈകാര്യം ചെയ്തു വരിക്കുന്ന ബ്രാഹ്മണരെന്ന് വിചാരിക്കുന്ന നമ്മുടെ കുറേ ആൾക്കാരാണല്ലോ. തന്തയും തള്ളയുടെയും പേര് ബ്രാഹ്മണന്റെ ആയി കഴിഞ്ഞാൽ ജനിക്കുന്ന ബ്രാഹ്മണനാവും എന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ ഈ പുതിയ ആൾക്കാർക്ക്. അങ്ങനെയല്ലല്ലോ, കർമ്മം കൊണ്ടാണല്ലോ ബ്രാഹ്മണനാവുന്നത്. അല്ല, അതുകൊണ്ടല്ലേ നമ്മുടെ കർമ്മം കൊണ്ടാണല്ലോ ബ്രാഹ്മണനാവുന്നത്. അതായത് പേരുകൊണ്ട് ആണെങ്കിൽ ബ്രാഹ്മണനാവും എന്ന് കണ്ടുകൊണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും എന്ന് കണ്ടുകൊണ്ടും അങ്ങനെ പപ്പു ഉൾപ്പെടെയുള്ള ഒരു ബ്രാഹ്മണനാവുന്നത്. അല്ല, ഞാനും ബ്രാഹ്മണനാണ്. അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ പക്ഷെ സംസാരിക്കുന്നത് അതിർക്കമില്ലാണ്. മനസ്സിലല്ലേ? അവർക്ക് സംവരണം വേണം, മറ്റത് വേണം. മൂന്നൂലെടുത്ത് വെളിയിലിട്ടേക്ക് 26 കോട്ട് വിട്ടു. ഇപ്പം അതും മനസ്സിലായി, അതിൻ്റെ കാര്യം തീർന്നു. അത് ഞാൻ മുമ്പ് നമ്മൾ പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാർക്ക് മനസ്സിലായി ഇയാളുടെ മേലെ കുറിയും അല്ലെങ്കിൽ കാശ്മീരി ബ്രാഹ്മണസും ഒന്നും വേണ്ട, നിന്റെ പണി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഞങ്ങൾക്ക് മനസ്സിലായതാ. ഇപ്പോഴാണ് ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്, അതുകൊണ്ട് പണി നിർത്തിക്കും എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പം പറഞ്ഞു വന്നത് മുൻ മന്ത്രി അകത്തു പോകും, സംശയമൊന്നുമില്ല. നമ്മളൊക്കെ ശ്വാസം പിടിച്ചിരിക്കുകയാണ്, പുള്ളി എല്ലാവരും ശ്വാസം പിടിച്ച് നോക്കിയിരിക്കുകയാണ്. സാധ്യത വളരെ കൂടുതലാണ്. പപ്പൻ വെളിയിൽ നിന്നേ പറഞ്ഞിട്ടാണ് പോയത്. പപ്പനെ അകത്ത് കയറ്റിയിട്ട് പപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നതും അല്ലെങ്കിൽ പപ്പൻ പറയുന്നതും ഒക്കെ ഏതർത്ഥത്തിലാ അല്ലെങ്കിൽ ഏത് രീതിയിലേ കാണുന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നില്ല. ജയറാമിനെ പിടികൂടിയിട്ടുണ്ട്, ജയറാമിനെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ജയറാം ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുള്ളതിനെപ്പറ്റി അന്വേഷണ സംഘത്തിന് മനസ്സിലായി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അദ്ദേഹം ഇതിനകത്ത് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കബളിപ്പിച്ച് അപ്പോൾ കാശുമൊക്കെ മേടിച്ചല്ല, വേറെ കച്ചവടക്കാരനൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് അറിയാവുന്ന കാര്യങ്ങൾ, ആരൊക്കെയായി ഇതിൻ്റെ പുറകിലുള്ളത്, അയാൾ കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. അതിനെപ്പറ്റി അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയറാം എല്ലാം തുറന്നു പറയും. തന്ത്രി അകത്വവും മന്ത്രി അകത്വവും മേൽശാന്തി അകത്വവും ആണ് ഇതിനകത്ത് ജയറാമുമായിട്ട് ബന്ധപ്പെടും. അദ്ദേഹത്തിന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും അദ്ദേഹത്തിൻ്റെ ഒരു ഇതും വെച്ചിട്ട് മന്ത്രിയും കുന്ത്രിയൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ട്. മനസ്സിലല്ലേ? അപ്പം ഏതാണ്ട് ജയറാമെല്ലാം തുറന്നു പറഞ്ഞിട്ട് തന്ത്രിയൊക്കെ ഏതാണ്ട് ശരിയായ രീതിയിലാണ് അന്വേഷണമെങ്കിൽ തന്ത്രിയെ ഇതിനകത്ത് പ്രതിയാക്കിയേ ഒക്കും. കാരണം എല്ലാം തിരിച്ചറിയുന്ന ഒരാൾ ഇതിൻ്റെ കീഴിൽ ഒപ്പിട്ടു, അവിടുന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. ശാസ്താവിൻ്റെ സാന്നിധ്യമുള്ള സാധനം അമ്പലത്തിന് വെളിയിൽ കൊണ്ടുപോയി പണിയാനൊക്കത്തില്ല അവിടെ. പക്ഷേ ഇത് കൊണ്ടുപോയല്ലോ, ഇയാൾ ഒപ്പിട്ടിട്ട് ശേഷമാണല്ലോ കൊണ്ടുപോയത്. 98-ൽ സ്വർണ്ണമായിട്ടിരിക്കുന്ന സാധനം സ്വർണം പൂശേണ്ടതായിട്ട് വരത്തില്ലല്ലോ, അതൊരിക്കലും വാങ്ങത്തില്ല. അതിനയാൾ എന്തിനും ഒപ്പിട്ടു? ദ്വാരപാല ശില്പത്തിന്. അപ്പം അതിനകത്തൊരു ഗൂഢാലോചന, ഒരു കൊള്ള, അത് ഇവിടെ മാത്രമല്ല എവിടെയൊക്കെയോ വലിയ വലിപ്പത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. ഈ ദ്വാരപാല ശില്പത്തിലും വാതിൽപ്പടിയിലും ഒന്നും തീരുന്ന ഒരു ഗൂഢാലോചനയും കൊള്ളയും ഒന്നുമല്ല അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പം ഏതാണ്ട് അന്വേഷണ സംഘം ഇത് വെളിവിട്ടിട്ടുണ്ടാകത്തില്ല. അവർക്ക് ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു തീർത്തുള്ള കാര്യം കിട്ടിക്കാണും. പിന്നെ ഇത് എത്രത്തോളം വെളിവിടും, എങ്ങനെ ക്ലോസ് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി കണ്ടു തന്നെ ഇരിക്കണം. പക്ഷെ കോടതി വളരെ കൃത്യമായിട്ട് കേട്ടോ ഓരോ പോയിന്റിലും പിടിച്ച് ചോദ്യം ചെയ്തിട്ട്
ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ പോലും വിടാതെ പിന്തുടർന്ന കോടതിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെ എപ്പ തീർന്നെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉണീണം പറ്റി മൂരി വാവൂടെ അകത്ത് കിടന്ന് ജന്മം തീർന്നേനെ. മനസ്സിലായില്ലേ? അതിനപ്പുറത്തോട്ട് ഒരു സാധനവും പറ്റില്ല. ഇത് കോടതി ഇടപെട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ മാത്രം നടക്കുന്നുണ്ട് അത് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ എപ്പം തീർന്നു ചോദിച്ചാൽ മതി. എന്തായാലും കോടതി പറയാനിരിക്കുന്നുണ്ട്, യാഥാർത്ഥ്യങ്ങൾ കുറച്ചെങ്കിലും വെളിയിൽ വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം.